മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ തിരുവോണ ദിനം പിണറായി വിജയൻ പൂർണ്ണമായും ഔദ്യോഗിക വസതിയിലാണ് ചെലവിട്ടത്. ആയുർവേദ ചികിത്സ പുരോഗമിക്കുന്നതിനാൽ മറ്റ് പൊതുപരിപാടികളൊന്നും തന്നെ മുഖ്യമന്ത്രിക്കില്ല. കുടുംബാംഗങ്ങളോടൊത്ത് തീർത്തും സ്വകാര്യമായ ഒരു ഓണാഘോഷമായിരുന്നു ക്ലിഫ് ഹൗസിൽ സംഘടിപ്പിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാകട്ടെ RCCയിൽ നിന്നുള്ള 25 നിർധന രോഗികളോടൊപ്പം തിരുവോണ സദ്യ ഉണ്ടു. ക്യാൻസർ രോഗബാധിതരുടെ കാര്യത്തിൽ സർക്കാരിന് ഇനിയും ഏറെ ഇടപെടലുകൾ നടത്താനാകുമെന്ന പ്രതീക്ഷയാണ് ഉമ്മൻചാണ്ടി പങ്കുവച്ചത്. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഗവൺമെൻറ് ധാരാളം പരിപാടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന 25 രോഗികളുടെ കണക്കെടുത്ത് നോക്കിയപ്പം അവരിൽ പകുതിയിലധികം പേർക്കും പെൻഷൻ കിട്ടുന്നില്ല. 1000 രൂപ പെൻഷൻ അവർക്ക് മാസം തോറും കിട്ടാൻ അർഹതയുണ്ട്. അത് അവർക്ക് കിട്ടുന്നില്ല. അവർക്ക് ആ പെൻഷൻ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും അതിന് ഞാൻ മുൻകൈ എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുവോണമായിട്ടും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് പതിവ് രീതികൾക്കൊന്നും തന്നെ മാറ്റമുണ്ടായിരുന്നില്ല. തലസ്ഥാനത്തുള്ള എല്ലാ ദിവസങ്ങളിലെയും പോലെ AKG സെന്ററിലായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ഇന്നും സമയം ചെലവിട്ടത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുടുംബാംഗങ്ങളോടൊപ്പം മലേഷ്യയിലാണ് ഇത്തവണ ഓണം ആഘോഷിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.